അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, ഞാൻ നിങ്ങൾക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അല്പം കാര്യങ്ങൾ നിങ്ങൾക്ക് പകർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തെ അവസാനിപ്പിക്കാം. ഏറ്റവും ബഹുമാനപ്പെട്ട റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിൻ്റെയും എല്ലാം വെളിച്ചമായ നമുക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര കാരുണ്യത്തിൻ്റെ കഥകൾ നമ്മൾക്കിടയിലൂടെ കേട്ടിട്ടുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷമയുടെയും കാരുണ്യത്തിൻ്റെയും വെളിച്ചമായിരുന്നു എന്നുള്ളതിന് സത്യമായി കുറേ ചരിത്രങ്ങൾ നമുക്കറിയാം. ഒരു സ്ത്രീ ദിവസവും ചപ്പുചവറുകൾ ഇടുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലേക്ക്. അങ്ങനെ കുറേ ദിവസങ്ങൾ എന്നും ഇടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ആ സ്ത്രീയെ കാണാതായപ്പോൾ ആ സ്ത്രീയെ തേടി പിടിച്ചുകൊണ്ട് ആ സ്ത്രീയുടെ അടുത്ത് ചെന്നുകൊണ്ട് രോഗമായിരുന്നു ആ സ്ത്രീക്ക്. ആ സ്ത്രീയുടെ രോഗത്തിന് ശമനം നൽകുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നപ്പോൾ. എത്ര കാരുണ്യത്തിൻ്റെ ഓരോന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു മുഅ്മിനിൻ്റെ മനസ്സിലേക്ക് ശരിക്കും ഉള്ളിലേക്ക് കയറിയാൽ ആ മുഅ്മിൻ ചിന്തിച്ചു പോകും. റസൂലിൻ്റെ മരണസമയത്ത് പോലും ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? റസൂലില്ലാത്ത മദീന എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു മദീന വിട്ടുപോയ ചരിത്രമെല്ലാം മുഅ്മിനീങ്ങൾക്കും അറിയാമല്ലോ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കാനായി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സന്ദേശം ഖേദിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു വരികയാണ് മദീനയിലേക്ക് ബാങ്ക് കൊടുക്കാൻ. അങ്ങനെ ഉറക്കെ ബാങ്ക് വിളിച്ചു തുടങ്ങിയപ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന റസൂലിൻ്റെ നാമം ഉച്ചരിച്ചപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ തല കറങ്ങി വീഴുകയാണ്. അത്രക്കുമാണ് നബിയോടുള്ള ഹുബ്ബ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഓരോ ഹുബ്ബ് നമ്മളുടെ മനസ്സിലേക്ക് കയറിയാൽ ആ ഹുബ്ബ് വളരെയധികം വലുത് തന്നെയായിരിക്കും. ബിലാൽ റളിയല്ലാഹു അൻഹു എത്രയെന്ന് വെച്ചാൽ ആശ്വാസമേകിയത് എല്ലാവരും പോലും വെറുത്തിരുന്ന സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഒരു മാറ്റ വ്യത്യാസം പോലുമില്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എല്ലാവരോടും ഒരുപോലെ തന്നെയായിരുന്നു പെരുമാറിയിരുന്നത്. ജാതിയോ മതമോ വ്യത്യാസമില്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെരുമാറിയിരുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ എത്യോപ്യ വർഗത്തിൽപ്പെട്ട കറുത്ത ജാതിയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ എല്ലാവരും വെറുക്കുന്ന സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമാണ് ചേർത്ത് പിടിച്ചത്. നമുക്ക് ചരിത്രത്തിൽ കാണാം, ഒരു വെളുത്ത സഹാബി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കറുത്തതായിട്ട് പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, കറുത്തവനും വെളുത്തവനും ഒരേപോലെ തന്നെയാണ്. അങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയെ കറുത്ത ആയ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയും ആ വെളുത്ത ആ സ്വഹാബിയെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഒരു പാത്രത്തിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിപ്പിച്ചത്. അത്രക്കും കാരുണ്യത്തിൻ്റെയും വളരെയധികം ത്യാഗം സഹിച്ചാണ് നമ്മളിലേക്ക് ഇത്രക്കും തീനെത്തിച്ചത്. ആ റസൂലിൻ്റെ പാത പിൻപറ്റുക എന്ന് പറയുന്നത് അത് കുറച്ച് അത്യാവശ്യം നല്ല സത്യവിശ്വാസിക്ക് കഴിയുകയുള്ളൂ എന്ന് തീർച്ചയായിട്ടും ഉറപ്പാണ്. കാരണം അത്രക്കും വളരെ അധികം കാരുണ്യവും ത്യാഗവും സഹിച്ചുകൊണ്ടാണ് നമുക്ക് ദീനുൽ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാലുള്ള ഉപകാരം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ കാര്യത്തിലെല്ലാം എളുപ്പമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്ത് പറഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എളുപ്പത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും സുഖത്തിലാകും. അതിന് കുറച്ച് പ്രയാസം നമ്മൾ അനുഭവപ്പെടേണ്ടി വരും. സ്വലാത്തുകളും വളരെ നല്ല നല്ല കാര്യങ്ങളും നമുക്ക് ചൊല്ലേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് നല്ലത് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കട്ടെ. ഞാൻ നിർത്തുകയാണ്.
ഞാൻ നിർത്തുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.